അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. തജ്വീദ് ഒന്ന് നോക്കാം. വയഖൂലൂന, യഖൂലൂന രണ്ട് സ്ഥലത്തും വാവ് മദ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സാധാരണമായ മദ്ദാണ്. രണ്ടനക്കം നീട്ടി ഓതിയാൽ മതി കേട്ടോ. വയഖൂലൂന. ഓക്കെ. മതാ, മതാ ഇവിടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഹാദ, ഹാൻ്റെ ഉള്ളിൽ നോക്കൂ, ഇവിടെയും ഇതേ അളവ് തന്നെ രണ്ടനക്കം നീട്ടി കൊടുക്കുക. അലിഫ് മദ്. ഹാദൽ, ഹാദാൻ അവിടെ നീട്ടാണ്ട് അല്ലേ, പക്ഷെ നമ്മളവിടെ നീട്ടില്ല. കാരണം എന്താ, ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല. എന്തു ചെയ്യും? കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതിപ്പോവും. ഓക്കെ. ഹാദൽ വഅദു, വഅദു ഐന് സുക്കൂനുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കില്ല. കാരണം എന്താണെന്നറിയോ, ഈ വഅദു എന്ന് പറയുമ്പോൾ ഐന് കൽക്കലയുടെ ലെറ്റർ അല്ല. അപ്പോൾ കൽക്കലയുടെ ലെറ്റേഴ്സ് അല്ലാത്ത ലെറ്റേഴ്സിന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂന് മാത്രം കൊടുക്കുള്ളൂ. വഅദു ഹാഫ് സുക്കൂൻ, വഅദു. ഓക്കെ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. നമ്മൾ എങ്ങനെ ഓതും? ഇൻ എന്ന് ഓതാൻ പാടില്ല. കുൻതും. ഓക്കെ. സാദിഖീൻ, സാദ്, സാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് സാദ്. ഓക്കെ. അപ്പം സാദിഖീൻ നീട്ടി ഓതുക കേട്ടോ. നമുക്ക് 49-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യൻളുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ തഖുദുഹും വഹും യഖിസ്സിമൂൻ. തജ്വീദ് നിയമം നോക്കാം. മാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. സാധാരണമായ മദ് രണ്ടനക്കം. നൂന് സുക്കൂനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യോ? നമ്മൾ പഠിച്ചതാണ് അല്ലേ. നൂന് യൻളുറൂന എന്ന് വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോതും. യൻളുറൂന. ഇവിടെ വാവ് മദ് ഉണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. റൂന. ഇല്ല, ലാമിൻ്റെ കൂടെ ശ്രദ്ധയും വന്നിട്ടുണ്ട്, മദ്ദും വന്നിട്ടുണ്ട് അല്ലേ. എവിടെയാ മദ്? മദ് ഇതാക്കുക കേട്ടാ. അപ്പം ശ്രദ്ധയും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക. ഇല്ല. സ്വൈഹതൻ വാഹിദതൻ. സ്വയ്, എൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. അപ്പം നമ്മളവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. സ്വയ്, സ്വയ് ഹാഫ് സുക്കൂൻ. കാരണം കൽക്കലയുടെ ലെറ്റർ അല്ല കേട്ടോ. ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. നമ്മൾ കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രം ഫുൾ സുക്കൂന് കൊടുക്കുള്ളൂ കേട്ടോ. സ്വൈഹതൻ വ. ഇവിടെ തെൻവീന് ശേഷം വാവ് വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. 2 ഫത്ഹ 2 കിസ്റ 2 ലമ്മ. ഇതിന് ശേഷം വാവ് എന്ന അക്ഷരമാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. സ്വൈഹതൻ വാഹി. വാവിൻ്റെ അടുത്ത് ഒരു കുഞ്ഞലിഫ് ഉണ്ട്, അവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. വാഹിദതൻ, വാഹിദതൻ. തൻ എന്നിവിടെ ഓതില്ല കേട്ടോ. 2 കിസ്റ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, രണ്ടും വേറെ വേറെയായിട്ടാണ് വന്നിട്ടുള്ളത്. 2 ഫത്ഹ, കിസ്റയല്ല ഫത്ഹ. 2 ഫത്ഹ വേറെ വേറെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2 ഫത്ഹ ഇങ്ങനെ വന്നത് കാരണം നമ്മൾ തൻ എന്ന് ഓതില്ല. വാഹിദതൻ. ഓക്കെ. നാവ് മുകളിൽ തട്ടാണ്ട് എന്ന് മറച്ച് മണിച്ചോദനം ത. ഓക്കെ. വാഹിദതൻ തഖുദുഹും. ത, ഹംസൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ തഖുദുഹും എന്ന് ഓതരുത്. തഖുദുഹും ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തഖുദുഹും. ഇവിടെ ഹും വ്യക്തമാക്കണം കേട്ടോ. ഹും. വഹും. ഇവിടെയൊക്കെ മീമിന് സുക്കൂന് വന്നാൽ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി, പക്ഷെ അവിടെ എന്ത് ചെയ്യണം? വ്യക്തമാക്കി ഹും എന്ന് ഓതണേ. വഹും യഖിസ്സിമൂൻ. യഖി, ഖി, ഖ, തൊണ്ടയുടെ ലെറ്റർ ഖ, യഖി കറക്റ്റ് വ്യക്തമായിട്ട് ഉച്ചരിക്കുക കേട്ടോ. യഖിസ്സിമൂൻ. സ്വാദിന് കിസ്റ, സ്വാദിന് ശ്രദ്ധയുണ്ട് എന്ന് കനപ്പിക്കുക. യഖിസ്സി.
യഖിസ്വിമൂൻ മദ് ആരിദ്. അവിടെ നൂനിന് സുക്കൂന് വന്നിട്ടാണല്ലേ അവിടെ നിർത്തുന്നത്. സുക്കൂന് വന്ന് നിർത്തുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, 2 അല്ലെങ്കിൽ 6 അനക്കം ദീർഘിപ്പിച്ചോതി നിർത്താവുന്നതാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് 50-ാമത്തെ ആയത്ത്, 49 നമ്മൾ ഓതി. 50-ാമത്തെ ആയത്ത് فلا يستطيعون توزية ولا إلى أهلهم يرجعون. ഓക്കെ ഫല, ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട്, അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഫല യസ്തതിഊന, യെസ് സീനിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. യെസ് അത്രയും മതി. തൊയിനെ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് തൊയ്. ഓക്കെ തൊയിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി ഓതുക കേട്ടോ. തൊയ് ഊന, ഇവിടെ ഐനിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, അവിടെയും നമ്മൾ 2 അനക്കം നീട്ടിക്കൊടുക്കുക ഇതുപോലെ തന്നെ. ഓക്കെ തീഊന തൗസിയതൻ, തൗ വാവിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്, നമ്മളവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. വാവ് കൽക്കലയുടെ ലെറ്റർ അല്ല അല്ലേ, അപ്പോൾ നമ്മളവിടെ തൗ. ഓക്കെ ഹാഫ് സുക്കൂന് കൊടുക്കുക. തൗസ് തൗസ് തൗസിയതൻ തൗസിയതൻ. നോക്കൂ ഇവിടെ തെൻ എന്ന് വ്യക്തമാക്കി ഓതില്ല കേട്ടോ. എങ്ങനെ ഓതും നമ്മൾ പഠിച്ചതാണ്. തൻവീന് ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യണം, മണിച്ച് കുട്ടിച്ചേർത്തോതണം. ഓക്കെ തൗസിയതൻ വലാ, തൗസിയതൻ വലാ. ഓക്കെ വല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് എത്രയാണ് ദീർഘിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. 2 അനക്കം മുതൽ 4 അനക്കം വരെ നമ്മൾ നീട്ടി ഓതണം. ഓക്കെ ഇതിനൊരു പേരും പറയുമല്ലോ, എന്തായിരുന്നു? മദ് മുൻഫസിൽ. ഒറ്റ പദത്തിൽ മദ് വരികയും മറ്റൊരു പദത്തിൽ ഹംസ വരികയും ചെയ്താൽ എന്ത് പറയും? മദ് മുൻഫസിൽ. ഓക്കെ തൗസിയതൻ വലാ ഇലാ, ഇവിടെയും അതേപോലെ തന്നെ വന്നിട്ടുള്ളത് അല്ലേ. ഇലാ അഹ്ലിഹിം, ഇവിടെയും ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെയും തന്നെ അത് ഇതേ നിയമം തന്നെയാണ് കേട്ടോ. മദ് മുൻഫസിൽ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതുക. അഹ്ലിഹിം, ഹൻ്റെ മുകളിൽ സുക്കൂനുണ്ട് അല്ലേ, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഹ കൽക്കലിയുടെ ലെറ്റർ അല്ല, ഹഫ് സുക്കൂന് മതി കേട്ടോ. അഹ്ലിഹിം യർജിഊൻ, യർജിഊൻ റോയിനും സുക്കൂനുണ്ട്, ഇയർ ഹഫ് സുക്കൂന് മതി കേട്ടോ. യർജിഊൻ നീട്ടി ഓതുക കേട്ടോ. ഓക്കെ അടുത്തതായിട്ട് ആയത്ത് 51. وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. وَنُفِخَ فِي ഖഇന് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ ലെറ്ററാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ലെറ്ററാണ് ഖ. പ്രത്യേകം ശ്രദ്ധിച്ച് പറയാം കേട്ടോ. വനുഫിഖ ഫിസ്സൂരി, സ്വാദിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കെട്ടികൂട്ടി ഓതിക്കൊടുക്കുക കേട്ടോ. വാവ് മദ്ദും വന്നിട്ടുണ്ട് കേട്ടോ സ്വാദിൻ്റെ കൂടെ. സൂരി ഫഇദാഹും, ദാലിന് ഇവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. സാധാരണ മദ് നമ്മൾ പഠിച്ച സാധാരണ മദ് 2 അനക്കം നീട്ടാനുള്ള മദ് കേട്ടോ. ഫഇദാഹും മീനൽ, നോക്കൂ ഹും മീമിന് ശേഷം മീമു വന്നാൽ മണിച്ചു കുട്ടിച്ചേർത്തോതണം. ഹും മീനൽ. ഓക്കെ മീനൽ അജ്ദാസി, ജീമിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് കൊടുക്കണം. കാരണം നമുക്കറിയാവുന്നതാണ് ജീമ് എന്താണ്? കൽക്കലയുടെ ലെറ്ററാണ്. അപ്പോൾ കൽക്കലയുടെ ലെറ്റേഴ്സിന് സുക്കൂന് വന്നാൽ എന്ത് ചെയ്യണം? ഫുള്ള് സുക്കൂന് കൊടുക്കണം. അജ്ദാസി, ഇവിടെ ദാന 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. അലിഫ് മദ് വന്നത് കാരണം അജ്ദാസി. സി ഈ സ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ എന്ന് പറയുമ്പോൾ കാറ്റ് ഇങ്ങനെ പുറത്തു പോകുന്ന രൂപത്തിൽ വേണം പറയാനായിട്ട്. സ നാവിൻ്റെ ഇടയിലൂടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകണം. സി. ഓക്കെ
ഈല ലാൻ്റെ ഉള്ളിലൊരു അലിഫ് മദ് ഉണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഈല റബ്ബിഹിം, റബ്ബിഹിം എന്ന് ഓതരുത് കേട്ടോ. റോനൊന്ന് ഉയർത്തുക കേട്ടോ, ഒന്ന് ഹെവിയാക്കി പറയുക. റബ്ബിഹിം. ബിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിക്കുക. റബ്ബിഹിം. ഇവിടെ മീമിനെ വ്യക്തമാക്കി ഓതണം കേട്ടോ. റബ്ബിഹിം. യൻസിലൂൻ, നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? യൻസിലൂൻ എന്ന് ഓതില്ല, നൂനിനെ മറച്ചു മണിച്ചോതും. നാവ് മുകളിൽ തട്ടാതെ നമ്മൾ എങ്ങനെ പറയും? യൻസിലൂൻ. നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ 52ാമത്തെ ആയത്തൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. ഓലു ഇവിടെയൊക്കെ ഓനെ രണ്ടനക്കം നീട്ടണം. ലു എന്ന് പറയുമ്പോൾ വാവ് മദ് വന്നിട്ടുണ്ട്, അലിഫ് മദ്ദും വാവ് മദ്ദും രണ്ടനക്കം സാധാരണ മദ് നമ്മൾ നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖാലൂ യാ വൈലനാ, യാൻ്റെ ഉള്ളിൽ അലിഫ് മദ് വന്നിട്ടുണ്ട്. അതുപോലെ യാ വൈലനാ എന്ന് പറഞ്ഞപ്പോൾ നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ സാധാരണ ദീർഘം തന്നെ, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. യാ വൈലനാ മൻ ബഅസനാ. മംബാസ് നോക്കൂ, നൂനിൻ്റെ മുകളിൽ മീമ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ മൻ എന്നോതാതെ നൂനിനെ മീമാക്കി മാറ്റിമറിച്ചു അല്ലേ. നൂൻ എന്ന അക്ഷരത്തെ മീം എന്ന അക്ഷരമാക്കി നമ്മൾ മാറ്റിമറിച്ചിട്ടാണ് ഓതുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഓതും? മംബാസന. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള മീമ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ബ എന്ന ലെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ അക്ഷരത്തെ മാറ്റി മറിച്ചാൽ മാത്രം പോരാ, മണിച്ചും കൂടെ ഓതണം. മംബാസന. ഓക്കെ. മിമ്മ നോക്കൂ, നൂനിന് ശേഷം മീമ് വന്നാൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. മിമ്മ എന്ന് ഓതുക കേട്ടോ. മിമ്മർഖദിന. ന്റെ മുകളിൽ സുക്കൂനുണ്ട്, നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. കൽക്കലയുടെ ലെറ്റർ അല്ല റോ, അതുകൊണ്ട് മർഖദിന. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഓഫ് ഉണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു സീന് കാണുന്നുണ്ട് അല്ലേ. ഈ സീനിൻ്റെ നിയമം നമുക്ക് വഴിയേ പഠിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും ഉത്തമം ഈ ഖില വന്നതുകൊണ്ട് നമ്മൾ നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഇവിടെ സീന് വന്നാൽ നമുക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ, ശ്വാസം ഈ ഒരു ശ്വാസം വിടാതെ ഒറ്റ ശ്വാസത്തിൽ അവിടെ ഒന്ന് നിർത്തിയിട്ട് ഓതുക. ഒറ്റ ശ്വാസത്തിൽ ഓതുക. അപ്പോൾ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതും? മർഖദിന ഹാദാ മാ വഅദ റഹ്മാനു. മർഖദിന എന്ന് പറയുമ്പോൾ അവിടെ ശ്വാസം വിടരുത്. മർഖദിന ഹാദാ മാ വഅദ റഹ്മാനു. ഒറ്റ ശ്വാസത്തിൽ ഓതുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആ സീനിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ ഖുർആനിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇതാണ് ഇവിടെ നീട്ടി കൊടുക്കണം കേട്ടോ. രണ്ടനക്കം ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടാനുള്ളതാണ് കേട്ടോ. റഹ്മാനു. റോന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. റഹ്മാനു. ഹന് സുക്കൂനുണ്ട്. ഇപ്പോൾ ഹാഫ് സുക്കൂന് മതി കേട്ടോ. കൽക്കലയുടെ ലെറ്റർ അല്ലല്ലോ ഹ, അപ്പോൾ ഹാഫ് സുക്കൂന് മതി. റഹ്മാനു. വസദഖൽ. ഖാഫ് ശ്രദ്ധിച്ചു പറയാം കേട്ടോ. സ്വാദ് ഉയർത്തി പറയണേ. വസദഖലല്ല, വസദഖൽ. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ അല്ലേ, നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഖാഫിൽ നിന്നും നേരെ ലാമിലേക്ക് അങ്ങ് പോയി.
വസദഖൽ മുർസലൂൻ. നീട്ടി ഓതുക കേട്ടോ, നമ്മുടെ മദ് ആരിൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.